ഗായ്സ്, അപ്പോൾ നമ്മുടെ ചലഞ്ചിൻ്റെ ഡേ 2 ആണ്. അപ്പോൾ ഇന്നെനിക്ക് ഭയങ്കര എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് എനിക്ക് ഒരു പ്രത്യേകത എൻ്റെ ബോഡിയിൽ കാണും. ഇന്നലെ ഫുൾ ഡേ നമ്മൾ കംപ്ലീറ്റ് സ്ട്രിക്റ്റ് ഡയറ്റായിരുന്നു, നല്ല വർക്കൗട്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് സൂപ്പർ. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ എനിക്ക് എൻ്റെ ബോഡിയിൽ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ അച്ഛനും പിള്ളേർക്കും ഒക്കെ പോകണം. ബേസിക്കലി ഒന്നും എക്സാമിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പം അവർക്ക് യൂഷ്വലി എനിക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കുന്ന പോലെ തന്നെ ഇന്ന് എനിക്ക് ചെയ്യണം. അപ്പം 7:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടുള്ളത്. അതിന് മുന്നേ നമ്മളിതേ ഒരു ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ചായ എല്ലാം സെറ്റാക്കി. നമ്മൾ സൗത്ത് ഇന്ത്യൻസിന് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമല്ലേ ചായ, കോഫി രാവിലെ. ഇതില്ലാണ്ട് നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് നമ്മൾ സൗത്ത് ഇന്ത്യൻസിന്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഐ കനോട്ട് ഫങ്ഷൻ ഒരു ചായ ഒരു കോഫി ഇല്ലാണ്ട്. പക്ഷേ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയറ്റിൽ ഈ സംഭവം ഇങ്ങനെ ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ നടക്കത്തില്ല. അപ്പോൾ നോർമലി ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന ചായയുടെ അളവെന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ്സിൽ ഫുൾ ഗ്ലാസ് കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഈ ദിവസങ്ങളെല്ലാം. സോ യൂഷ്വലി ഞാൻ അങ്ങനെയാണ് കുടിക്കുന്നത്. അപ്പം ഇപ്പോൾ ഞാൻ ഇത്രയാക്കി. ഞാൻ കുറച്ചു, അതിൻ്റെ അളവ് കുറച്ചു. നോർമലി മിക്ക ഡയറ്റെന്ന് കേൾക്കുമ്പോഴത്തേക്കും ആളുകൾ ചാടിക്കറി ചെയ്യുന്ന ഒരു പരിപാടി, അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം അങ്ങ് നിർത്തും, എന്നിട്ട് കുറേ വെജിറ്റബിൾസും കുറേ ജ്യൂസും കുടിക്കാൻ തുടങ്ങും. അതൊരിക്കലും അങ്ങനെ ഒരു മണ്ടത്തരം നിങ്ങൾ ആരും ചെയ്യരുത്. കാരണം നമ്മളൊരു ഡയറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരങ്ങൾ മിനിമൈസ് ചെയ്ത് കുറച്ച് കൊണ്ടുവന്നിട്ട് നമ്മളൊരു ഹെൽത്തി ഡയറ്റ് നമുക്ക് അപ്ലൈ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ബുദ്ധിപരമായ കാര്യം. അല്ലെങ്കിൽ നമുക്ക് ഡിപ്രഷൻ അടിക്കും, നമ്മുടെ ബോഡി വീക്ക്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ചായയുടെ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് നിങ്ങളുടെ ഉള്ളിൽ കയറാൻ മനസ്സിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡയറ്റ് എന്ന് വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം കട്ട് ഡൗൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡി വീക്കും. സോ അപ്പം ഞാനിങ്ങനെ ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ 7:30 എനിക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി എൻ്റെ കിച്ചണിലെ പരിപാടികൾ. അപ്പം ഹാഫ് ആൻ അവർ എനിക്ക് കിട്ടും. അത് നമ്മുടെ ആപ്സിൻ്റെ ടൈമാണ്. സോ ഐ എം ഗോയിങ് ടു ഡു മൈ ആപ്സ്. സോ അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ഇന്നത്തെ ദിവസം ചെയ്യാൻ പോകുന്നത്. ഗൈസ്, അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി നോർമൽ ഇഡ്ഡലി അല്ല, ഇത് കൂവരക് വെച്ചിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പം ഉഴുന്ന് നമ്മുടെ കൂവരക്, ഇത് രണ്ടും കൂടെ കുതിർത്ത് വെച്ചിട്ട് അരച്ചിട്ടുണ്ടാക്കിയ ബാറ്ററാണ്. അപ്പം ഇതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാം, അച്ഛനും കഴിക്കാം, പിള്ളേരും കഴിക്കാം, എല്ലാം കഴിക്കാം. അപ്പോൾ എനിക്ക് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കാൻ ഡിസൈഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. I am making idli, guys. कैसे ഇഷ്ടമാണോടാ? അടിപൊളി ടേസ്റ്റാ. ഇഡ്ഡലി ആണെങ്കിൽ ഇഷ്ടമല്ല, ദോശയാണ് ഇഷ്ടം. ഇഡ്ഡലിക്ക് ഫ്ലേവർ വേറെ കട്ടിയായി. നോ, ഇത് ഇന്നലെ അടിപൊളിയായിട്ട് മമ്മ ഇത് വെച്ചത്. അപ്പോൾ ഇത് പൊങ്ങിയതുകൊണ്ട് ഗൈസ്, നമ്മുടെ റാഗി ഇഡ്ഡലി, വാവ്, അടിപൊളി ഗൈസ്. ദിസ് ഇസ് ദ ഹോൾ റിച്ച് ഫൈബർ ഗൈസ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അപ്പോൾ 8:30 ആകുമ്പം പിള്ളേർ ഇറങ്ങും. അപ്പോൾ അവർ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഞാൻ ചെയ്യുന്നത് ഫുഡിനെയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും ഞാൻ സ്കിപ്പ് ചെയ്യില്ല. ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല, ഒരു മീൽ ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല. കൂടുതലും വീട്ടമ്മമാരുടെ പ്രധാന പ്രശ്നമാണ്, അവർക്ക് പിള്ളേരുണ്ട്, കുട്ടികളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോൾ അവർ മിക്ക മീൽസും സ്കിപ്പ് ചെയ്യും. അവർക്ക് തോന്നുമ്പോൾ പോലെ കഴിക്കും. ഞാൻ അങ്ങനെയല്ല. എനിക്കിപ്പോൾ 2 4 5 പിള്ളേരുണ്ടെങ്കിലും ഞാൻ എൻ്റെ സംഭവം കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്താണെങ്കിലും. നിങ്ങൾ കേൾക്കുമ്പോൾ അരകണ്ടെന്ന് വിചാരിക്കും. അല്ല, നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഹെൽത്ത് നമുക്ക് നന്നായിട്ട് വെക്കാൻ പറ്റുള്ളൂ. സോ ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. സോ അപ്പോൾ നമ്മുടെ സൂപ്പർ ഫൈബർ കണ്ടൻറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണത്. കാരണം റാഗി എന്ന് പറയുമ്പോൾ ആളുകൾ എന്ന് വയ്ക്കും. അല്ല ഗൈസ്, ഇതിപ്പോൾ ദോശ പോലെയും ഇഡ്ഡലി പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല, പൊളിയാണ്, ഹെൽത്തിയാണ്. സോ മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഗൈസ്, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ വർക്കൗട്ട് ചെയ്താലും എക്സസൈസ് ചെയ്താൽ എന്ത് ചെയ്താലും ഹൈഡ്രേറ്റ് യുവർ സെൽഫ്. ഇൻ ബിറ്റ്വീൻ നമ്മൾ വെള്ളം കുടിച്ചിരിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. This is for back, guys.
ഉച്ചയ്ക്ക് ഞാൻ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിട്ട് വർക്കൗട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമുക്ക് 8ൻ്റെ പണി ഇട്ടത്. എൻ്റെ കൈ മുറിഞ്ഞ് നന്നായിട്ട് ഞാൻ ഒരു കറി വെക്കാൻ നോക്കിയപ്പോഴത്തേക്കും തേങ്ങയില്ല. അപ്പോൾ ഞാൻ പറമ്പെന്ന് ഒരു തേങ്ങ എടുത്തിട്ട് പൊതിക്കാൻ നോക്കിയതാണ്. പക്ഷേ കൈ നല്ല രീതിക്ക് മുറിഞ്ഞ് കയ്യിലെല്ലാം ചോരയായി. പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മൾ ഒന്നും മുടക്കില്ല, നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോയിരിക്കും. അപ്പോൾ പിള്ളേർ അവർക്ക് റൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് അവർക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് നമ്മൾ ഇന്നലെ വൈകിട്ട് സ്നാക്കിന് കഴിച്ചില്ലേ വെള്ളക്കടല, അതാണ് ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത്. ഇനിയിപ്പം ഈവനിങ് സ്നാക്കിന് മുന്നേ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വർക്കൗട്ടൊക്കെ ചെയ്യണം. നമ്മൾ ഇരിക്കാൻ പറ്റില്ല, നമ്മൾ ബോഡി എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ച് റെസ്റ്റ് എടുക്കാം, എന്നിട്ട് സ്കിപ്പിങ് കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അവരുടെ വെയിറ്റ് ലിഫ്റ്റിങ് സംഭവങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ഞാൻ എനിക്ക് ഈ ഫോണും കൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റില്ല. ലൈക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇവരുടെ കാര്യങ്ങൾ, അച്ഛൻ വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ എൻ്റെ ജോലി, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് വർക്കൗട്ട് അവിടെ ഇവിടെ എല്ലാം ഞാൻ കവർ ചെയ്യും. സോ ഇതാണ് മൊത്തത്തിൽ നമ്മുടെ സംഭവം. പക്ഷേ നമ്മുടെ ചലഞ്ച് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യില്ല. സോ ഇനിയിപ്പം ഈവനിങ് സ്നാക്കാണ്. അതിന് മുന്നേ ഞാൻ കുറച്ച് സ്കിപ്പൊക്കെ ചെയ്തിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യും. സോ എന്നിട്ട് നമ്മൾ ബാക്കി ചെയ്യും. യെസ് ഗൈസ്, കെസിയ അവളുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പാ കെസിയും ലിയോൻ്റെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നാളെ മുതൽ അവർ കൊല്ലത്ത് പോവും. നമ്മുടെ മമ്മ അടുത്ത്, എൻ്റെ മമ്മ അടുത്ത്, അവരെ മമ്മാങ്ങി അടുത്ത് പോയിട്ട് വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവുക. അപ്പം ഞാൻ നന്നായിട്ട് വീഡിയോ എടുക്കാൻ കഷ്ടപ്പെടും. അപ്പം ക്യാമറമാൻ വെക്കേഷന് പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു ചലഞ്ച് നാളെ മുതൽ എനിക്ക് കാണും. ഗൈസ്, കേസ് നിനക്ക് പോകാതിരുന്നൂടെ? ഗൈസ്, ഐ എം ഹെൽപ്ലെസ്. ഓക്കെ, എവറി ഡേ 20 rupees വേജസ് ഞാൻ കൂട്ടി 50 രൂപ ആക്കിയാലോ? പോകാതിരിക്കോ? സോറി ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മുടെ വർക്കൗട്ടും സംഭവം കൂടെ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. ഇനി ഈവനിങ് എന്തെങ്കിലും കഴിക്കണം. സോ ഞാൻ സംഭവം കാണിച്ചു തരാം ഞാൻ എന്താ കഴിക്കാൻ പോകുന്നതെന്ന്. ഈവനിങ് സ്നാക്ക് കഴിക്കുന്നത് കേർഡാണ്. ഇത് ഗ്രീക്ക് യോഗട്ടാണ്. ഇതിൻ്റെ അകത്ത് ഒന്നും ചേർത്തിട്ടില്ല, ഉപ്പോ ഷുഗറോ ഹണിയോ ഒന്നും ചേർത്തിട്ടില്ല. സാധാരണ ആളുകൾ പറയും ഹണി ചേർത്ത് കഴിക്കണം. ഇപ്പം നമ്മൾ കുറച്ച് ഫാറ്റ് ലോസും കൂടെ നോക്കുന്നതുകൊണ്ട് ഹണി യൂസ് ചെയ്യുന്നത് എല്ലാ ഫോംസ് ഓഫ് ഷുഗറും നമ്മൾ അവോയ്ഡ് ചെയ്യാണ്. അപ്പം ഒരു ഹണിയും ഒന്നും ചേർത്തിട്ടില്ല, പ്ലെയിൻ യോഗട്ടാണ് നമ്മൾ സ്നാക്കിന് കഴിക്കുന്നത്. ഇതിന് വേണമെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് വല്ലതും ചേർക്കണം. പക്ഷേ ഇപ്പം ഞാൻ ഒന്നും ചേർത്തിട്ടില്ല. ദിസ് ഇസ് പ്ലെയിൻ യോഗട്ട്. ഇനി ഈവനിങ് 7:30 ആകുമ്പോൾ ഞാൻ ഡിന്നർ കഴിക്കും. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയല്ലോ റാഗിയുടെ, അതാണ് ഞാൻ ഈവനിങ് കഴിക്കാൻ പോകുന്നത് ഡിന്നറായിട്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പം ടുമോറോ നമുക്ക് വീണ്ടും നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളുമായിട്ട് കാണാം. സീ